പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സനാതനധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാൻ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. പ്രിയരെ, ഭഗവാന്റെ അവതാരം ആണ് ഇന്നലെ പറഞ്ഞു വെച്ചത്. ഇവിടെ പറഞ്ഞു, ശ്യാമാവതാദോ ജഷരാജകുണ്ടല ചതുർഭുജ ശംഖഗദാബ്ധചക്ര പിശങ്കവാസ നളിനായ ദക്ഷിണാം. മനോഹരമായിട്ടുള്ള 4 കൈകളിൽ ശംഖചക്രഗദാപാദങ്ങൾ ധരിച്ച് മഞ്ഞപ്പട്ടുടുത്ത് താമരപ്പൂ പോലെ ഇതൾ പോലെയുള്ള മനോഹരമായ കണ്ണുകളോടുകൂടി ഭഗവാൻ കുണ്ടലങ്ങളൊക്കെ അണിഞ്ഞ് വനമാല ധരിച്ച് പ്രജാപതേർവേശ്മതമ സ്വരോജിഷ വിനാശയൻ കണ്ട നിവിഷ്ടകൗസ്തുഭ. തൻ്റെ കഴുത്തിലെ കൗസ്തുഭത്തിൻ്റെ ശോഭ കൊണ്ട് കശ്യപ പ്രജാപതിയുടെ അന്തഃപുരത്തിലെ എല്ലാ അമംഗളവും അന്ധകാരവും നീക്കി അവിടെ പ്രകാശം പരത്തി എന്ന് പറയുകയാണ്. ഭഗവാൻ വന്നാൽ പിന്നെ പറയാനുണ്ടോ? അന്തരീക്ഷമൊക്കെ തെളിഞ്ഞു, ദിക്കുകളൊക്കെ തെളിഞ്ഞു, എവിടെ ആനന്ദമായിട്ടുള്ളൊരവസ്ഥ. മുഹൂർത്തേ അഭിജിത്ത് എന്ന് പറഞ്ഞതായ മുഹൂർത്തത്തിൽ ദ്വാദശാന്തവിദന്തിഷ്ടൻ വിജയ നാമസ പ്രോക്ത. അപ്പം ആ മുഹൂർത്തത്തിന് വിജയ എന്നും കൂടി പറയും. സർവ്വവിജയങ്ങളും ആ മുഹൂർത്തത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാവും. ഇപ്പം അടുത്ത കാലത്ത് ഇന്ദിരാഗാന്ധിയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൽ ജനിച്ചിട്ടുള്ള ഒരാൾ അറിയപ്പെടുന്നത് കേട്ടോ. എല്ലാവരുടെ ജാതകവും നമുക്ക് അറിയില്ല, അവർ പറയണു, നമുക്കറിയില്ല. എന്തായാലും തൻ്റെ ഗർഭത്തിൽ ഈശ്വരനൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ദേവഹൂതിയാണ് അതേപോലെ സന്തോഷിച്ചതല്ലേ. സർവ്വ ലോകത്തെയും ഉള്ളിൽ വഹിക്കുന്നതായിട്ടുള്ള ഭഗവാൻ എപ്രകാരമാണ് തൻ്റെ ഉദരത്തിൽ വന്നുപെട്ടത്. ദേവകി ഇതേപോലെ ഒരിക്കൽ വരാൻ പോകുന്നുണ്ട് കൃഷ്ണാവതാരം. അതിൽ അത്ഭുതപ്പെട്ടു. അതിനൊക്കെ ഉള്ള ഭാഗ്യം എത്ര കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. ഭഗവാനൊക്കെ ഗർഭത്തിൽ വരിക എന്ന് പറഞ്ഞാൽ പിന്നെ ജീവനും വല്ല ദുഃഖമുണ്ടോ? പിന്നെ ഒന്നുള്ളത് കൗസല്യാണ് അല്ലേ. സാക്ഷാൽ ഭഗവാനെ ശ്രീരാമചന്ദ്രനായിട്ട് പ്രസവിച്ചിട്ട് ഇങ്ങനെ ചില സന്ദർഭങ്ങൾ അവരുടെ പുളകം കൊള്ളുന്ന നിമിഷങ്ങളാണ് ഈശ്വരൻ ഗർഭത്തിൽ വരിക എന്ന് പറഞ്ഞാൽ. അതാണ് തം നിജഗർഭസംഭവം പരം പുമാംസം മുദമാവവിസ്മിത പ്രജാപതിച്ചാകജയേതി വിസ്മിത. പ്രജാപതി വിജയിക്കട്ടെ, പ്രജാപതി വിജയിക്കട്ടെ, ജയിക്കട്ടെ, ജയിക്കട്ടെ പ്രകാരമുള്ള ജയഘോഷം അവിടെ എല്ലാം അങ്ങനെ മുഴങ്ങി. അങ്ങനെ ഭഗവാനാണല്ലോ പെട്ടെന്ന് വലുതാവും, നടക്കാൻ തുടങ്ങലൊക്കെ പെട്ടെന്നാണ്. നമ്മളെപ്പോലെ ആവണമെന്നില്ല, അങ്ങനെപ്പോലെ ആവരുത്. ആയ പിന്നെ അതിന് അത്ഭുതമല്ലല്ലോ. പെട്ടെന്നൊരു ബ്രാഹ്മണൻ്റെ വേഷം അല്ലേ, ആ ശംഖചക്രഗദാത്മാദികളൊക്കെയാണ് മറഞ്ഞ് ഒരു മനുഷ്യക്കുട്ടിയായിട്ടുള്ള ബ്രഹ്മചാരിയുടെ വേഷം കൈക്കൊള്ളുകയാണ്. ഈ വാമനെ തം വടും വാമനം ദൃഷ്ട്വാ മോദമാനാമഹശ്രയകർമാണി കാരയാമാസു പുരകൃത്യ പ്രജാപതി. ബ്രഹ്മചാരിയായാൽ ബ്രഹ്മചാരിക്ക് വേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ഒക്കെ അവിടെ ചെയ്യണം. ബൃഹസ്പതി ബ്രഹ്മസൂത്രം ധരിപ്പിച്ചു പൂണൂല് എന്നാണ്. ജ്ഞാനത്തിൻ്റെ മൂർത്തിയാണ് ദേവന്മാരുടെ ഗുരുനാഥനായിട്ടുള്ള ബൃഹസ്പതി. അപ്പോൾ ഏറ്റവും വേണ്ട ആൾ തന്നെ ഉപനയനം കൊടുത്തു. മേഖലാങ്കശ്യബോധത്താൽ അരയിൽ കെട്ടാനുള്ള ആ ഒരു ഇതുപോലെയുള്ള മേഖല കശ്യപനാണ് കൊടുത്തത്. പിന്നെയോ മാൻതോല് ഉടുപ്പിച്ചത് ദദോ കൃഷ്ണാജിനം ഭൂമിയാണ് എന്ന് പറയുകയാണ്. ഇനിയൊരു വടി ഉണ്ടാവും ഇത്ര ഇവരുടെയൊക്കെ കയ്യിൽ. ബ്രഹ്മചാരി അത് കൊടുത്തത് സോമനാണ്, ചന്ദ്രൻ. വനസ്പതിയുടെയൊക്കെ നാഥനായിട്ടുള്ള ചന്ദ്രൻ ഭഗവാന് വടി കൊടുത്തു. പൃഥു ജനിച്ചപ്പോഴും ഇതേപോലെ പറഞ്ഞു, ഒക്കെ ഓരോന്ന് വന്ന് ചേർന്നു എന്നല്ലേ. ദിക്കുകളൊക്കെ കുട കൊടുത്തുവെന്നും അല്ലേ, വരുണനൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇന്നെന്നെ ആൾ ഇന്നെ കൊടുത്തു. അവർക്ക് വേണ്ടതൊക്കെ വന്ന് ചേരുകയാണ്. നമ്മളല്ലേ ഈ അന്വേഷിച്ച് പോവലുള്ളൂ അല്ലേ. ഓരോന്നിനു വേണ്ടി ഞാനേ എത്ര ഓടി നിശ്ചയുണ്ടോ, എന്നിട്ടും കിട്ടുകൊണ്ടിയാ ചിലതൊക്കെ അല്ലേ. ഇങ്ങനെ വിളിച്ചായി കഴിഞ്ഞാൽ ഈ ഓട്ടം തപസ്സികൾക്കും വേണ്ട, ഭഗവാനും വേണ്ട, ഒക്കെ അവിടെ വന്ന് ചേരുകയാണ്. ഇതാ എവിടേക്കും ഭഗവാൻ ഒന്നിനും വേണ്ടി പോയിട്ടില്ല. കൗബീന ആച്ഛാദനം മാതാ ദൗഛത്രം ജഗതപ്പതേ. അമ്മയാണ് കൗബീനം ഉടുപ്പിച്ചത് അതിഥി. പിന്നെയോ ദിക്കുകൾ കൊടയും കൊടുത്തു എന്ന് പറയുകയാണ്. പിന്നെ ബ്രഹ്മദേവൻ കമണ്ഡലു കൊടുത്തു. ഈ തപസ്സിൻ്റെ ദേവനാണ് ബ്രഹ്മദേവൻ. കമണ്ഡലു ബ്രഹ്മചാരിക്ക് തപസ് ചെയ്യുക, ഇതാണല്ലോ പ്രധാനമായിട്ട് വേണ്ടത്. കുശാൻ സപ്തർഷയോ ദതു, സപ്തർഷികളെ ദർഭപ്പുല്ല് നൽകി.
പിന്നെയോ സരസ്വതി നല്ലൊരു മാല ജപിച്ച് ജ്ഞാനം സിദ്ധി ഉണ്ടാവണം. നാമൊക്കെ ജപിച്ചിട്ട് എത്രത്തോളം ഉരു ജപിക്കണോ അത്രത്തോളമാണല്ലോ സിദ്ധി ഉണ്ടാവുക. അക്ഷമാലാം മഹാരാജ സരസ്വത്യവ്യയാത്മനാം. പിന്നെയോ ഭിക്ഷാപാത്രം കൊടുത്തത് യക്ഷരാട്ട് പാത്രികാമതാൻ, യക്ഷരാട്ടായിരിക്കുന്ന കുബേരൻ. പിന്നെ അതിൽ വല്ലതും വരാണ്ടിരിക്കും. എല്ലാ ധനവും കുബേരൻ്റെ പ്രതിമ വെച്ചാലടക്കം അവിടെ ധനം ഉണ്ടാവും എന്നാണ് പറയുക. അപ്പോൾ ആ കുബേരൻ ഭിക്ഷാപാത്രം കൊടുത്തു. പിന്നെ ആദ്യത്തെ ഭിക്ഷ സാക്ഷാത് ഉമാദാദംബികാസതി അന്നപൂർണേശ്വരി. നമ്മളെല്ലാവരും ഭിക്ഷ ചോദിക്കുന്നത് അന്നപൂർണേശ്വരിയുടെയാണ്. ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹീച്ച പാർവതി. അല്ലേ, അമ്മയുടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ ആ പാത്രത്തിൽ എന്തെങ്കിലും വരാതിരിക്കുമോ? നിറയെ കിട്ടിക്കോളും. അല്ലേ, ആദ്യത്തെ ഭിക്ഷ തന്നെ നന്നാവണം. പിരിക്കാൻ പോവുകയാണെങ്കിൽ ആദ്യത്തെ ലീഫ്ലെറ്റ് നമ്മൾ എവിടേക്കാണ് ചിലവാക്കേണ്ടത്? ഏറ്റവും കൂടുതൽ കൊടുക്കാനും കിട്ടാനും സാധ്യതയുള്ള സ്ഥലം ഇവിടെ, അവിടെ പോവുക കേട്ടോ. ആദ്യത്തെ ലീഫ് തന്നെ മോശമാക്കണ്ട. അല്ലേ, വല്ലാതെ മോശമായാൽ നിങ്ങളാണ് കേട്ടോ ആദ്യത്തെ ആൾക്കാർ, നിങ്ങളെ കണ്ടിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കണം, മോശമില്ലാണ്ട് ഒന്ന് വിചാരിക്കണേ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലേ, ഒന്ന് പൊക്കി വെച്ചാൽ അയാൾ 8 കൊടുക്കാൻ നിശ്ചയിച്ചിട്ട് ഒരു 10 ഇരിക്കട്ടെ, പേരല്ലേ കിട്ടാൻ പോണ്. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ ഭിക്ഷ എപ്പോഴും നന്നാവണം. എന്നാൽ തുടർന്നുള്ളതൊക്കെയും നന്നാവും. അത് അന്നപൂർണേശ്വരിയായിരിക്കുന്ന ജഗദംബിക ആദ്യമായിട്ടാണ് കൊടുത്തു. സ ബ്രഹ്മവർച്ചസേനേവം സഭാം സംഭാവിതോ വടു ബ്രഹ്മർഷിഗണ സംജുട്ടാം അത്യരോചതമാരീഷ. അവിടെ മുഴുവൻ അങ്ങനെ പ്രകാശിച്ചുകൊണ്ട്, വല്ലാത്ത പ്രകാശം പരത്തിക്കൊണ്ട്, ദർഭപ്പുല്ലുകൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ മുതലായിട്ടതൊക്കെ ചെയ്ത പരിസ്ഥീര്യ സമഭ്യർച്ച്യ ഒക്കെ ഈ ദർഭപ്പുല്ലുകൊണ്ടും ഒക്കെ നേരി കൊണ്ടൊക്കെ ചെയ്യുന്നതായിട്ട് ചില കർമ്മങ്ങളാണ്. അതൊക്കെ അവിടെ ബ്രാഹ്മണർ ചെയ്തു. ബ്രഹ്മചാരിക്ക് വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഇനി എന്താണ് തൻ്റെ കർത്തവ്യം? മഹാബലിയോട് പോയിട്ട് യാചിച്ച് ഈ സ്വർഗ്ഗലോകം അടക്കമുള്ളതൊക്കെ ഇന്ദ്രന് കൊടുക്കണം. അല്ലേ, നേരെ പുറപ്പെട്ടു. എവിടേക്ക്? ചിത്താശ്വമേധേർ യജമാനമൂർജിതം ബലിം ഭൃഗൂണാം ഉപകൽപ്പിതേസ്തദാ ജഗാമ തത്രാഖിലസാര സംവൃതോ പാരേണഗാം സന്നമയൻ പദേ പദേ. ഓരോരോ ശ്ലോകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ നമുക്ക് അതിനാണ് ഭംഗിയെന്നാണ് കൂടുതൽ തോന്നുന്നത്. നമ്മുടെ പറയലിനേക്കാട്ടിലും ഭാഗവതത്തിലത്തെ ശ്ലോകമല്ലേ ഈ കഥ പറയുമ്പോൾ ഇപ്പം ചെല്ലിയിലേച്ചത് പിന്നെ ചെല്ലാൻ പറ്റുമോ എന്നുള്ള ഉത്കണ്ഠ അതാ ചെല്ലണത് സമയം പോയാലും അല്ലേ. അപ്പോൾ അത് കേട്ടിട്ടല്ലേ നമ്മൾ കൃതാർത്ഥരാവേണ്ടത്. അപ്പം അതാണ് ഓരോ പാദം ഇങ്ങനെ വെക്കണ സമയത്ത് ആ ഭൂമി ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് നമസ്കരിക്കുന്നുണ്ടോ എന്ന് തോന്നും അല്ലേ. പാദം അങ്ങോട്ട് വെക്കുക എന്നല്ല തോന്നണം, ഭൂമി പാദത്തിനെ നമസ്കരിക്കുക അല്ലേ. ആ പാദം മേൽ സ്പർശിക്കുമ്പോൾ ഭൂമിക്കുണ്ടാകുന്ന ഒരു പുളകം കൃഷ്ണവിലാസത്തിൽ ശ്രീകൃഷ്ണവിലാസത്തിലൊക്കെ പറയും ശ്ലോകത്തിൽ ഓരോരോ പദം വെച്ചിട്ട് അതിങ്ങനെ എടുക്കൂലോ. എടുക്കുമ്പോൾ പറയുമ്പോൾ ഭഗവാനെ എന്തിനാ എടുക്കണം? ആ പാദം അവിടെ വയ്ക്കുമ്പോൾ എന്തൊരു സുഖാനിശ്ചയുണ്ടോ. ഉർവി ഇത് പറഞ്ഞിട്ടൊരു ശ്ലോകം ഉണ്ട്. ആ പാദം എടുക്കുമ്പോൾ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയിത്രേ ഭൂമി. ആ പാദസ്പർശം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന പുളകം ഇല്ലാണ്ടാക്കണ്ട, അത് ഭഗവാനെ അവിടെ തന്നെ ഇരിക്കട്ടെ. അത്ര സുഖമാണ്. അങ്ങനെ ആ പാദസ്പർശം കൊണ്ട് ഭൂമിയെ കുളിർമയാക്കിക്കൊണ്ട് ഭൂമി കൊണ്ട് നമസ്കരിക്കുകയാണ് എന്ന് തോന്നത്തക്ക വിധം വേഗം അങ്ങനെ നടക്കുകയാണ്. ഓരോരോ അടി വെച്ച് നടക്കുമ്പോഴും അതിൻ്റെ ആ ഭംഗി. തം നർമ്മദായ തടവുത്തരേബലേ ഇറിത്തിജസ്തേ പ്രകുകച്ച സംജ്ഞകേ. ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഈ കേരളം വാണിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ഇതിൽ തന്നെ മനസ്സിലാക്കാം. ഓണത്തെക്കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണ ഈ മഹാബലി കേരളം വാണിരുന്ന മഹാബലി അല്ല ഇവിടെ പറയണത്. കേരളം എന്ന് പറഞ്ഞാൽ ഈ തെക്കേ അറ്റത്തേ ഉള്ളൂ. ഇവിടെ ഭൃഗുകച്ചം എന്ന് പറഞ്ഞാൽ ബ്രൂച്ച് ആണ് എന്നാണ്. രാജസ്ഥാനിലത്തെ ബ്രൂച്ച് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ ഭൃഗുകച്ചം എന്ന് പറയണത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, കേരളം വാണ മഹാബലിയേ അല്ല ഇത്. കേരളമായിട്ടൊരു ബന്ധമില്ല ഈ മഹാബലിക്ക് ശരിക്കും പറയാച്ച. പിന്നെ ഓരോരുത്തരും അവരുടെ ആക്കി. അതുകൊണ്ട് തൃക്കാക്കര വാമന പ്രതിഷ്ഠ നടത്തി എന്നല്ലാണ്ട് അവിടെ വിശേഷമൊന്നുമില്ല എന്നാണ്. അവിടെയാണ് ഭഗവാന്റെ കാലുണ്ടായത്, അതാണ് കാക്കനാട്. ഇതൊക്കെ പറഞ്ഞുണ്ടാക്കേണ്ട പലതും. ഇതിനൊന്നും ഒരു തെളിവോ അല്ലെങ്കിൽ ഒരു പ്രൂഫോ അങ്ങനെയൊന്നുമില്ല. ഭൃഗുകച്ചത്തിലാണ് ഈ സംഗതികൾ ഉണ്ടായത് എന്ന് ഈ ബ്രൂച്ച് എന്നുള്ള പദം പിന്നീട് ഉണ്ടായതിൽ നമുക്ക് മനസ്സിലാക്കാം. വലിയൊരു പ്രദേശം, ഭൂമി മുഴുവനും ത്രിലോകവും വാണു മഹാബലി എന്നാണ് പറയണേ. പിന്നെ എങ്ങനെ കേരള ചക്രവർത്തിയാവുക? എന്തായാലും അർത്ഥറിത്തിജോ യജമാന സദസ്യ ഹതത്തിശോ വാമന തേജസ നൃപ. പരീക്ഷിത്തെ ഈ ബ്രഹ്മചാരിയുടെ തേജസ് കൊണ്ട്
അവിടെ ഉള്ളവരുടെ മുഴുവനെ കണ്ണ് മങ്ങി എന്ന് പറയണം. കണ്ണ് മഞ്ഞളിക്കുക എന്ന് പറയുമല്ലോ. ചിലർ വിചാരിച്ചു സൂര്യനാണോ വരണത്, എന്തൊരു പ്രകാശമാണോ അപ്പോൾ അത്. സാധാരണ നിലയ്ക്ക് ഒരാൾക്കും ഇത്തരം പ്രകാശമില്ല. സൂര്യക്കിലായാത്യതവ വിഭാവസു, അഗ്നിദേവനായിരിക്കുമോ? സൂര്യൻ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇവിടെ ആരും ബാക്കി ഉണ്ടാവില്ല, അപ്പം തന്നെ ചുട്ടിട്ടിരിക്കാൻ വയ്ക്കുമോ? അപ്പം സൂര്യൻ വരില്ല. സൂര്യൻ വന്നാൽ ഇവിടെ ഒക്കെ ഭസ്മാവില്ലേ, സൂര്യനാവില്ല. അഗ്നിദേവനാവാം എന്നാണെങ്കിൽ ചിലർ പറഞ്ഞു അഗ്നിദേവനോ. ഞാൻ മിനിങ്ങാന്ന് കണ്ടേ ഉള്ളൂ അഗ്നിദേവൻ. ഇതിൻ്റെ 10 തേജസ്സില്ല, അത് അഗ്നിദേവനൊന്നുമല്ല, അതിലും അപ്പുറത്തുള്ളത് തന്നെ, അതൊക്കെ അപ്പുറം തന്നെയാണ്. അഗ്നിദേവനെ കണ്ടവർ പറഞ്ഞു, അപ്പോൾ വിശ്വസിക്കാണ്ട് നിർത്തില്ല, അഗ്നിദേവനും അല്ല. ഇപ്പം ചിലർ പറഞ്ഞു സനൽ കുമാരോധ, ഈ സനകാദികൾ തേജസ്വികളാണ് എന്ന് കേട്ടിട്ടുണ്ട്. അവരായിക്കൂടെ, അവർ ആവണേന് വിരോധമില്ല. പക്ഷെ അവിടെ ഈ ഒരു കുഴപ്പമുണ്ട്. എന്തേ, സനകാദികൾ 4 ആളുണ്ടാവേ. സനികൻ, സനന്ദൻ, ധനാഥനൻ, ധനകുമാരൻ ഒപ്പേ നടക്കും. അവരെപ്പോഴും ഒപ്പേ നടക്കും. അതാണ് സനകാദികൾ. ഇവിടെ ഒരാളല്ലേ ഉള്ളൂ. അത് ശരിയാണല്ലോ. അപ്പം പിന്നെ എങ്ങനെയാണ് സനകാദികളാവുക? അവർ ഒറ്റപ്പെട്ട് നടക്കാറില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ നീ തർക്കമൊക്കെ നിർത്തിക്കോളൂ, ഇതാ ഇത് ഞാനാണ് എന്നങ്ങനെ പറയുന്നത് പോലെ ആ സരസിലേക്ക് ചുറ്റും പ്രകാശം പരത്തിക്കൊണ്ട് കയറിയാണ് ചെല്ലുകയാണ്. ഛത്രം സദണ്ഡം സജലങ്കമണ്ഡലും വിവേശ വിപ്രലയമേധവാടും. ആ യജ്ഞം നടത്താൻ വേണ്ടി ഒരുക്കിയതായിട്ടുള്ള സ്ഥലത്തേക്ക് ആ കൊട, വടി മുതലായിട്ടതെല്ലാം കയ്യിലെടുത്തുകൊണ്ട് അങ്ങനെ പ്രവേശിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അപാത ചൂടം നോക്കിയിട്ടും കണ്ടിട്ടും മതി വരണില്ല അവർക്ക് എന്ന് പറയുന്നത്. ജഡിലം വാമനം വിപ്രം മായാമാണവകം ഹരിം. ഭഗവാൻ എടുത്തതായിട്ടുള്ള മനോഹര സ്വരൂപം കണ്ട് അവിടെയുള്ളവരെല്ലാം ആസ്വദിച്ച് മതിയാവാതെ വന്നു. അവർക്കൊന്നും ചോദിക്കണമെന്നില്ല, മറ്റു പ്രവൃത്തികൾ ചെയ്യണമെന്നില്ല. ബ്രഹ്മത്തിലെത്തിയാൽ പിന്നെ മറ്റു പ്രവൃത്തിയെ കുറിച്ച് ചിന്തയുണ്ടാവുമോ? അതെല്ലാം പോയിട്ട് ഓരോരുത്തരും ബ്രഹ്മാനന്ദത്തിലേക്ക് എത്തി. അവർക്ക് കൊടുത്തു ഭഗവാൻ എന്ന് പറയുകയായിരിക്കും ശരി. പ്രത്യഗണ്ണൻ സമുത്ഥായ സംക്ഷിപ്ത തസ്യ തേജസ. ഈ ചില ആൾക്കാരൊക്കെ അടുത്ത് വരുമ്പോൾ നമുക്കവിടെ ഇരിക്കാൻ പറ്റില്ല, തന്നെ നീക്കും ബഹുമാനം കൊണ്ടേ. ഇവിടെ അതുണ്ടായി. ആ തേജസ് കൊണ്ട് എല്ലാവരും അവരവരുടെ ഇരിപ്പിടത്ത് നിന്ന് എണീറ്റു. എന്താ അത്ഭുതം! ചെറിയൊരു കുട്ടി വന്നാൽ എല്ലാവരും എണീക്കണോ? പക്ഷെ ഇവിടെ ഏതാ വന്നിരിക്കുന്ന ആളെന്ന് നോക്കണം. പണ്ട് ദുര്യോധനൻ കൃഷ്ണൻ ദൂത് പറയാൻ വരുമ്പോഴത്തെ ഒരു രംഗം പറയും, ഒറ്റ കുട്ടി ആ പശുവിനെ മേച്ച് നടക്കണവൻ വരുമ്പോൾ എണീക്കരുത്. അത്രയും കണ്ടുള്ളൂ ദുര്യോധനൻ. കാണിച്ചു കൊടുക്കണമല്ലോ എന്ന് ഭഗവാനും വിചാരിച്ചു. നീട്ട് കഴിഞ്ഞാൽ 12 ഭാരം സ്വർണ്ണം എല്ലാവരും ഫൈൻ ഇടേണ്ടി വരും. 12 ഭാരം സ്വർണ്ണയി എത്ര വരും അത് ആലോചിച്ച് നോക്കും. എത്രയോ കിലോ കണക്കിന് സ്വർണം വരും. ആരും നീക്കില്ല എന്ന് വിചാരിച്ചു. ഭഗവാൻ ആ തേജസ്സോട് കൂടിയിട്ട് വന്നതേ ഉള്ളൂ. പാഞ്ചജന്യം മുഴക്കിയിട്ടേ കാക്കിയന്മാർ പറയും എന്താ അറിയോ, അവരൊക്കെ കണ്ടത് 8 കാലാണ് ആദ്യം കണ്ടത്. ഇതെന്താ ഇപ്പം 8 കാല് കാണുന്നത്? 8 കാലിയുണ്ടോ അവിടെ? 8 കാലിയൊന്നുമല്ല. ദുര്യോധനൻ പീഠത്തോടുകൂടി മറിഞ്ഞു വീണൂന്ന. പീഠത്തോടുകൂടി മറിഞ്ഞു വീണു. സിംഹാസനത്തോടുകൂടി മറിഞ്ഞു വീണാലും 4ഉം 2ഉം 6 കാലല്ലേ ഇവരെ കാക്കിയന്മാരുടെ ഭാഷ ഇട്ടോ ഞാൻ പറഞ്ഞു. സിംഹാസനത്തിൻ്റെ 4 കാലും ദുര്യോധനൻ്റെ 2 കാലും കൂടി 6 ഉണ്ടാവാൻ പാടൂ. അങ്ങനെയില്ല. കർണൻ്റെ തോള് കൈയിട്ടിരുന്നു. കാരണം ഇങ്ങനെ കാണിക്കുകയും ചാക്കിയന്മാരെ കൃഷ്ണൻ വരുമ്പോഴേക്ക് ഈ പീഠ ഇളകാൻ തുടങ്ങിയെന്നാ. പേടിച്ച് കുറച്ചിട്ട് ഇങ്ങനെ ഇളകണതായിട്ട് കുറേ കാണിക്കുക. അവരുടെ പീഠം ഇളക്കിയും കൊണ്ടാണ് ചാക്കിയന്മാർ പറയുക. ഇളകി അവസാനം ചടപടധീം അതാ വീണു. പീഠവും വീണു, ദുര്യോധനനും വീണു. അപ്പോൾ 6 കാലായില്ലേ. കർണനെ കൂട്ടിപ്പിടിച്ചു, കർണനും വീണു. അപ്പം 2 കാല് 8 കാല് ശരിയായില്ലോ എന്നാണ്. ഈ 8 കാല് കണ്ടിട്ട് അവിടെ ഉള്ളവർക്ക് കൃഷ്ണനെ പിന്നെ കാണാൻ സാധിച്ചുള്ളൂ. അതാണ് ഭഗവാനോട് കളിച്ചാൽ ഭഗവാൻ അങ്ങോട്ട് വന്നു. എല്ലാവരും അവിടുന്ന് അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. രൂപാനുരൂപാവയവം. കണ്ണണച്ച ഇങ്ങനെ വേണം കണ്ണ്, കാലണച്ച ഇങ്ങനെ വേണം കാല്, അല്ലെ കൈ അണച്ചാൽ ഇങ്ങനെ വേണം കൈ. ഇനി അതിനേക്കാൾ കടത്തി വെട്ടാൻ വേറൊരു സൃഷ്ടി ഈ ലോകത്തിലുണ്ടായിട്ടില്ലയോ. അർവാ ശ്രുതോ കൗശലമിത്യമന്യത. തൃതീയ സ്കന്ധത്തിൽ ഉദ്ധവൻ വിവരിക്കുന്നുണ്ടേ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി പൂർണ്ണമായത് എപ്പോഴാണ്? ഭഗവാനെ കണ്ടപ്പോഴാണ്. അതുപോലൊരു സൃഷ്ടി തനിക്ക് ഊഹിക്കാൻ കൂടി കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് വേണ്ട ഉണ്ടാക്കാൻ. ബ്രഹ്മാവ് അത്ഭുതപ്പെട്ടു. ഇത് ഏത് സൃഷ്ടിയപ്പോൾ? തൻ്റെ സൃഷ്ടിയല്ല എന്ന് ഉറപ്പ്. ബ്രഹ്മാവിനിങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുമോ? അർവാകൃതോ കൗശലമിത്യമന്യത. ഈ സൃഷ്ടിയിൽ, മനുഷ്യ സൃഷ്ടിയിൽ വെച്ച്
ഏറ്റവും ഉത്തമം താൻ തെറ്റിച്ചതൊന്നും എവിടെ എത്തിയിട്ടില്ല എന്ന് കണ്ട് ബ്രഹ്മാവ് അന്തം വിട്ടിട്ടുണ്ട്. ആ ഭഗവാനാണ് ഇവിടെ വാമന വേഷത്തിൽ കൗതുകത്തിൽ വന്ന് നിൽക്കണത്. മഹാബലിയുടെ മകൾ വിചാരിച്ചു, ഈ കുട്ടിക്കൊന്ന് മുല കൊടുത്തിട്ടാണ് മരിച്ചാലും വേണ്ടില്ല. മരിച്ചാലും വേണ്ടില്ല എന്ന് പറഞ്ഞതാ കുഴപ്പമായതേ. മുല കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായെന്ന് പറഞ്ഞാൽ അമ്മയുടെ ജന്മം കൊടുക്കും ഭഗവാൻ. മരിച്ചാലും വേണ്ടില്ല എന്ന് പറഞ്ഞു, എന്നാൽ നീ എനിക്ക് മുല തന്നിട്ട് മരിക്കുക എന്നും പറഞ്ഞ് അടുത്ത ജന്മം പൂതനയുടെ ജന്മം കൊടുത്തു എന്നാണ്. അതുകൊണ്ടാണ് ഇത്രയും മുലപ്പാൽ കൊടുക്കലും മരിക്കലും. ഭഗവാന്റെ മുമ്പിലൊക്കെ ഓരോന്ന് പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഗുരുവായൂർ നടയിലൊക്കെ ചെന്നിട്ട് ഓരോന്നാണ് പറഞ്ഞാലേ ഇടയ്ക്കത് വലിച്ചു എന്ന് വരും. എപ്പോഴും ആവണമെന്നില്ല, ചടപ്പയും വാക്കും പ്രവൃത്തിയും അങ്ങോട്ട് ഒക്കുക, അങ്ങനെയുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ക്ഷേത്ര നടയിലും ക്ഷേത്ര പരിസരത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മരണവാർത്ത പോലും ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പറയരുത് എന്നാണ്. കാരണം ആ നെഗറ്റീവ് മനസ്സിലപ്പോൾ വരും. മതിൽ പുറത്തേക്ക് വിളിച്ചിട്ട് അയാൾ ഒന്നുകൊണ്ട് വരാൻ ഒരു കാര്യം പറയാണ്ട് എന്ന് പറഞ്ഞ് മതിലിൻ്റെ പുറത്തേക്ക് എത്ര ഇഷ്ടവിയോഗം പറഞ്ഞ് അറിയിക്കാവൂ എന്നും കൂടി പണ്ട് ഒരു പതിവുണ്ട്. അതിൻ്റെ ഉള്ളിൽ പറയാൻ പാടില്ല. അപ്പോൾ ഈ ക്ഷേത്രത്തിന് ഈശ്വരനൊക്കെ അതിൻ്റേതായിട്ടുള്ള സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും മനോഹരമായിട്ടുള്ള ഭഗവാൻ ഇവിടെ പറയുകയാണ്, എഴുന്നേറ്റവും മഹാബലിക്ക് മഹാബലിയുടെ മകളായിട്ട് പൂതന ജനിച്ചു, മരിച്ചാൽ മതിയായിരുന്നു എന്നുള്ള പറച്ചിലുമുണ്ട്. അവൾ പൂതനയുടെ ജന്മം കിട്ടി, മുലപ്പാൽ കൊടുത്തിട്ട് മരിക്കുകയും ചെയ്തു. വേഗം മഹാബലി കാല് കഴിച്ചു. വിശിഷ്ടാതിഥികളൊക്കെ വന്ന് ആദ്യം അർഘ്യം പാദ്യം ഒക്കെ കൊടുക്കലാണല്ലോ. ആ ശിരസ്സിൽ ആ തീർത്ഥം വഹിച്ചു. എല്ലാവർക്കും വഹിക്കാനായിക്കൊണ്ട് അവസരവും കൊടുത്തു. തത്പാദ ശൗചം ജനകൽമഷാപകം സധർമ്മവിൻ മൂർണ്യത സുമംഗളം. തൻ്റെ ശിരസ്സിൽ വഹിച്ചു, ബാക്കിയുള്ളവർക്കൊക്കെയും കൊടുത്തു. അകാല മൃത്യുഹരണം, നമ്മൾ ഈ തീർത്ഥം സേവിക്കുമ്പോൾ ചെല്ലേണ്ട മന്ത്രമാണ് അകാല മൃത്യുഹരണം. അകാലത്ത് മരണം ഇല്ലാണ്ടേ വെക്കുക. അകാല മൃത്യുഹരണം, സർവവ്യാധി നിവാരണം, എല്ലാ രോഗങ്ങളും ഇല്ലാണ്ടേക്കാൻ. സമസ്തപാപക്ഷയകരം ശ്രീകൃഷ്ണപാദോദകം ശുഭം, അല്ലെങ്കിൽ മഹാദേവി പാദോദകം ശുഭം. അയ്യപ്പൻ്റെ വെച്ചാൽ ഭൂതനാഥ പാദോദകം ശുഭം. ഏതൊരു ദേവനാണ് അവിടെ ഉള്ളത് വെച്ചാൽ അവരുടെ പാദോദകം ശിരസിൽ വഹിക്കണു. അകാലത്ത് മരണം ഉണ്ടാവാണ്ടിരിക്കണം, അല്ലേ? ദീർഘായുസ്സിന് വേണ്ടിയിട്ട് രോഗം ഇല്ലാണ്ടിരിക്കണം, പാപം ഇല്ലാണ്ടിരിക്കണം. അതിനാണ് തീർത്ഥം സേവിക്കുന്നത്. അപ്പോൾ ആ മന്ത്രം ചൊല്ലിയിട്ട് വേണം തീർത്ഥം സേവിക്കാൻ. ഇവിടെയും ദധാരമൂർത്തന പരയാച ഭക്തിയ, ഭക്തിയോട് കൂടിയിട്ട് ആ തീർത്ഥം ശിരസിലങ്ങനെ വഹിച്ചുകൊണ്ട് മഹാബലി പുളകം കൊണ്ടിട്ട് സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ കിങ്കരവാമതേ. ഹേ ബ്രാഹ്മണ മഗ്മചാരിക്കുട്ടി, അവിടത്തേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ എന്ന് പറയും. എൻ്റെ കൊട്ടാരത്തിലേക്ക് അത് അങ്ങ് വന്നതോട് കൂടിയിട്ട് എൻ്റെ കൊട്ടാരവും യാഗവും സൽക്കർമ്മങ്ങളും എല്ലാം ശുഭമായി. ഇനിയിപ്പോൾ ഒരു സൽക്കർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിൽ ഇപ്പോൾ എന്താ വിരോധം എന്നുള്ള മട്ടായി കഴിഞ്ഞിരിക്കണു. അതുകൊണ്ട് തപസ് ഇങ്ങനെ ശരീരമെടുത്ത് വന്നതാണ് എന്ന് തോന്നും. ബ്രഹ്മർഷീണാം തപസ്സാക്ഷ മന്യേത്വര്യവബുദ്ധരം, തപസ് ശരീരമെടുത്ത് വന്നതാണെന്ന് തോന്നും. അങ്ങയെ കണ്ട എൻ്റെ പിതൃക്കൾക്കൊക്കെ ഇപ്പോൾ തൃപ്തി കിട്ടിയിട്ടുണ്ടാവും, എൻ്റെ കുലം മുഴുവൻ ശുദ്ധമായിട്ടുണ്ടാവും. ഈ ക്രതു അല്ലെങ്കിൽ യാഗം വളരെ പൂർണ്ണമായി അങ്ങ് വന്നില്ലേ നോക്കിയാണ്. എന്നിട്ടോ അഗ്നയോ മേ സുഹൃത യഥാവിധി, എൻ്റെ അഗ്നികളൊക്കെ വേണ്ട വിധം യജിക്കപ്പെട്ടു. പാപങ്ങളെല്ലാം ആ പാദസ്പർശം കൊണ്ട് ബ്രഹ്മചാരി ഇല്ലാണ്ടായി. ചോദിക്കുകയാണ്, ഈ ബ്രഹ്മചാരി ബ്രാഹ്മണരൊക്കെ വന്നാൽ തനിക്കനുസരിച്ച വണ്ണം ദാനം അവർക്ക് കൊടുക്കണം. ദാനത്തിനുള്ളൊരു പ്രാധാന്യമുണ്ട്. എപ്പെടോ വാഞ്ചസി തൽപ്രതീക്ഷമേ, കണ്ടോ? എവിടെ നോക്കിയാലും ഈ ദാനം അതിൻ്റെ പ്രാധാന്യം കാണിക്കുന്നുണ്ട്. എന്താണ് അങ്ങേക്ക് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. വിപ്രസുത, അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. പിന്നെ പറയണം, ഗാം കാഞ്ചനം ഗുണവദ്ധാമമൃഷ്ടം, സ്വർണം വേണോ, പശുക്കളെ വേണോ, ധാരാളം അന്നം കഴിക്കാനാണോ വേണ്ടത്, മൃഷ്ടാന്നം, അതോ വിപ്രകന്യമാരെ അങ്ങേക്ക് ആവശ്യമുണ്ടോ? ഗ്രാമാൻ സമൃദ്ധാൻ, ധാരാളം ഗ്രാമങ്ങൾ, ആന, കുതിര, രഥം, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഈ മഹാബലി തരും, സംശയിക്കണ്ട എന്നങ്ങനെ പറഞ്ഞു. ഭഗവാൻ ചിന്തിച്ചു, ഇങ്ങനെ മര്യാദയുള്ള ഒരു ചക്രവർത്തിയെ എങ്ങനെ താൻ ചതിക്കുക? തൻ്റെ ഭാഗത്തല്ലേ തെറ്റുണ്ടാവാൻ പോണത് എന്ന് ഓർത്ത് എന്തെങ്കിലും ഒരു കാരണം കൊടുക്കണം എന്ന് ഭഗവാൻ ചിന്തിച്ചു. അതിന് പല മാർഗങ്ങളും ചിന്തിച്ചു. ഇവിടെ വിളിച്ചത് തന്നെ എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മൻ, സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ
എന്നാണ് വിളിച്ചത് കേട്ടോ. ബ്രഹ്മജ്ഞാനിയായുള്ളോവേ എന്ന് ഭഗവാനെ വിളിച്ചു. ഭഗവാൻ ഈ വംശത്തെ ഒന്നാണ്ട് കീർത്തിച്ചു. ആസുരവംശജനാണല്ലോ മഹാബലി. ഹേ മഹാബലി, അങ്ങയുടെ കുലത്തിനനുസരിച്ച് ചേർന്നത് തന്നെയാണ് ഈ പെരുമാറ്റം. ഹിരണ്യാക്ഷൻ, ഹിരണ്യശിവു ഇവരൊക്കെ വളരെ കേമന്മാരായിരുന്നു. ആരും തന്നെ തോൽവി സമ്മതിച്ചവരില്ല. ഒരാളുടെ മുമ്പിലും തലകുനിച്ചവരായിട്ടുമില്ല. പചർത്തദേതൽ ജനദേവസൂനൃതം കുലോചിതം ധർമ്മയുധം യശസ്കരം, ധർമ്മത്തിന് ചേരുന്നതും യശസ് ഉണ്ടാക്കുന്നതും ആയ അങ്ങയുടെ വാക്കുകൾ അങ്ങേക്ക് ഉചിതം തന്നെ. പക്ഷേ ഈ ചോദിച്ച കാര്യങ്ങളൊന്നും ഇപ്പം എനിക്ക് വേണ്ട. പിന്നെ എന്തേ വേണ്ടു? അതായത് ഒരു 3 അടി മണ്ണ് മാത്രം. അപ്പം ഇവിടെ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പം തന്നെ ഈ മഹാബലിയുടെ സംബോധന വടോന്നായിരിക്കണു. മാറ്റം. ആദ്യം ബ്രഹ്മൻ എന്ന് വിളിച്ചു, പിന്നെ എന്തായി? വടോ. വടോ വാഞ്ചസി. കാരണം താൻ യാചിക്കാനാണ് വന്നത് എന്ന് തൻ്റെ ഭിക്ഷാപാത്രം ഒന്ന് കാണിച്ചിട്ടുണ്ടാവണം വാമനമൂർത്തി. അതുകൊണ്ടാണ് എന്താ വേണ്ടതെന്ന് ചോദിച്ചത്. തൂക്കിയിട്ടതൊന്നും ഇങ്ങനെ ആക്കിയല്ലേ കാണുള്ളൂ, മറ്റത് പിന്നെ അപ്പുറത്തേക്ക് മറിഞ്ഞിരിക്കുക. അപ്പം സംബോധന വടോ. ഒരാൾ ആഗ്രഹിച്ച് ചോദിച്ച് വന്ന് കൊടുക്കുമ്പോഴേക്കും കൊടുക്കണ ആൾ മീതയും വാങ്ങണ ആൾ താഴെയാവും. അവിടെ നിവൃത്തിയില്ലെടുത്തോളം ഒരാളിന് സൗജന്യമോ ദാനമോ നമ്മൾ സ്വീകരിക്കരുത് എന്ന് പറയണത്. എന്നാൽ നമ്മൾ ചെറുതായി. ഇവിടെ ആദ്യം ബ്രഹ്മൻ എന്ന് വിളിച്ച നാവുകൊണ്ട് മഹാബലി പിന്നെ എന്ത് വിളിച്ചു? വടോ. ബ്രാഹ്മണ, ലേശം ഒന്ന് ഗ്രേഡ് താണൂല്ലേ? ബ്രഹ്മൻ എന്ന് പറഞ്ഞാലും വടോ എന്ന് പറഞ്ഞാലും. ഇപ്പം 3ാമത് കുലത്തെ ഒന്നാണ്ട് പ്രശംസിച്ചു ഭഗവാൻ. കുലത്തെ പ്രശംസിച്ചപ്പോൾ മഹാബലി ഒരു ലേശം ഒന്നിങ്ങനെ വലുതായി. എല്ലാവിധ മഹാത്മ്യങ്ങളും ആലോചിച്ചപ്പോൾ തനിക്ക് തോന്നി തനിക്ക് കേമത്തുണ്ട്, ബാക്കിയുള്ളവരെക്കാളും കുറച്ച് മീതെ തന്നെയാണ് താൻ. അപ്പം എന്തായി? പിന്നത്തെ സംബോധന നോക്കൂ. അഹോ ബ്രാഹ്മണദായാദാ. ആദ്യം ബ്രഹ്മൻ വിളിച്ചു, പിന്നെ വടോ എന്ന് ആയി, പിന്നെ ബ്രാഹ്മണദായാദാന്നായി. ബ്രാഹ്മണക്കുട്ടി. ബ്രാഹ്മണക്കുട്ടി എന്ന് പറഞ്ഞാൽ ഒട്ടും ഒരു ബഹുമാനമില്ലാത്ത പോലെ. പിന്നെ എന്താ പറഞ്ഞത്? വാചസ്തേ വൃത്തസമ്മത ത്വം ബാലോ ബാലിശമതി. ഒരു ചെറിയ കുട്ടി ചോദിക്കണ പോലെയൊക്കെ ചോദിക്കണം. ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള കാര്യം കൊടുക്കാൻ സാധിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് എനിക്കൊരു നേരത്തെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ അവനെ നമ്മൾ എത്ര വിട്ടി എന്നാ പറയുക, ഒക്കെയാണ് കൊടുക്കും. ഒരു ജോലി തന്നെ കൊടുക്കും. അല്ലെങ്കിൽ വളരെ സമ്പത്ത് കൊടുക്കാൻ കഴിവുള്ള എന്താ വേണ്ടത് വെച്ചാൽ എനിക്ക് ഊണയച്ചാൽ മതി എന്ന് പറയുന്ന പോലെയാണ് സ്വാർത്ഥം പ്രത്യബുധോ യഥാ. സ്വന്തം കാര്യം നോക്കാൻ കഴിവില്ലാതെ ഈ മാതിരി ഓരോന്ന് ചോദിക്കുന്നത്. എനിക്കതൊന്നും വേണ്ട. വൃത്തികരിയും ഭൂമിയും വടോ കാമം പ്രതീക്ഷമേ. അതാണ് ഇവിടെ പറഞ്ഞു. തസ്മാ വൃത്തികരിയും ഭൂമി പാദത്രയം. എനിക്ക് 3 അടി മണ്ണേ വേണ്ടൂ, വേറെ യാതൊന്നും ആവശ്യമില്ല. പദത്രയം പതാനി ത്രീണി ദൈത്യേന്ദ്ര സംവിധാനി പദാമമ. എനിക്ക് 3 അടി മണ്ണ് മാത്രമേ വേണ്ടൂ, വേറെ യാതൊന്നും ആവശ്യമില്ല. ഇതിങ്ങോട്ട് കേട്ടപ്പോഴാണ് ബ്രാഹ്മണദായാദാനായി പോയത്തെ സംബോധന. അതുകൊണ്ട് 3 അടി മണ്ണ് കൊണ്ട് എന്താണ് സാധിക്കുക? യാതൊന്നും തന്നെ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങ് 3 ലോകം അല്ലെങ്കിൽ ഒരു കുറേ ഏക്കർ കഴിഞ്ഞുകൂടാനുള്ള ഭൂമിയെങ്കിലും എന്നോട് ചോദിക്കൂ. അപ്പം ഭഗവാൻ പറഞ്ഞു, 3 അടി കൊണ്ട് തൃപ്തിപ്പെടുന്നവർ 3 ലോകം കൊണ്ടും തൃപ്തിപ്പെടില്ല. 3 അടി കൊണ്ട് തൃപ്തിപ്പെടുന്നവർ 3 അടി കൊണ്ട് തൃപ്തിപ്പെടും. ഈ ആശയ്ക്ക് യാതൊരു അതിരുമില്ല. അതുകൊണ്ട് അങ്ങ് ചോദിച്ച കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. മഹാബലി പറഞ്ഞു, എവിടെയൊക്കെയോ എൻ്റെ സാമ്രാജ്യം എത്തിയിട്ടുണ്ട്. നക്ഷത്രങ്ങളും മഴയും എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എൻ്റെ ആ സാമ്രാജ്യം വ്യാപിച്ച് കിടക്കുകയാണ്. അവിടെയൊക്കെ മഹാബലിക്ക് തെറ്റുപറ്റി. പറയുന്നത് ലോകാനാമേകമീശ്വരം. ഈ ലോകേശ്വരനായിരിക്കുന്ന എന്നോട് ആരോടാ പറയണം? ഇതൊക്കെ സീട്ടിച്ച് രട്ടിച്ച് സംഭരിക്കുന്ന ഭഗവാനോടാണ് പറയണത്. ഞാനാണ് ലോകത്തിൻ്റെ നാഥൻ ടു മഹാബലി. ഇപ്പം ഭഗവാന് കാരണം കിട്ടി. ഇനി ശിക്ഷിച്ചാലും അതിന് കാരണമുണ്ടല്ലോ. കാരണം താനാണ് ലോകത്തിൻ്റെ നാഥൻ എന്ന് മഹാബലി കണക്കാക്കിയിരിക്കണു. എവിടെയൊക്കെ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ പരിധിയുണ്ട് എന്ന് അഹങ്കരിച്ചു കൊണ്ടാണ് എന്തു വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞത്. ഇപ്പം ശിക്ഷിക്കാനുള്ള കാരണം കിട്ടി. അഹങ്കാരം അവിടെ വന്നു. ലോകാനാമേകമീശ്വരം. ലോകത്തിൻ്റെ ഈശ്വരനായിരിക്കുന്ന എന്നോട് ഇങ്ങനെയാണോ ചോദിക്കുക? ഭഗവാനോട് അങ്ങനെ പറയാൻ പാടൂ? ലോകത്തിൻ്റെ ഈശ്വരൻ ഞാനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എവിടെ എത്തി? അവിടെയൊക്കെ തനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ഇപ്പം ശിക്ഷിക്കാനുള്ള മാർഗ്ഗമാവും ചെയ്തു.
അതുകൊണ്ട് എനിക്ക് 3 അടി മണ്ണ് തന്നെ തപസ് ചെയ്യാൻ വേണ്ടു, വേറെ യാതൊന്നും അങ്ങ് പറഞ്ഞതൊന്നും ആനയെ കുതിര അതൊന്നും എനിക്ക് ആവശ്യമില്ല. എന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് വെള്ളമാണ് കൊടുക്കാൻ തുടങ്ങി. വിന്ധ്യാവല്ലിയെ വിളിച്ചു. പ്രധാന കർമ്മങ്ങളിലൊക്കെ ഭാര്യ വേണം എന്നാണ് പണ്ടത്തെ നിയമം. വിന്ധ്യാവല്ലിയാണ് പത്നി. വിളിച്ചു, വെള്ളമൊക്കെയാണ് കൊടുത്തു. ശുക്രാചാര്യ തടഞ്ഞു. മഹാബലേ, അങ്ങയ്ക്കൊരു തെറ്റ് പറ്റിയിരിക്കണു. ഇത് ബ്രഹ്മചാരി കുട്ടിയൊന്നുമല്ല, സാക്ഷാൽ വിഷ്ണുവാണ്. ഈ വിഷ്ണു അങ്ങയെ ചതിക്കാൻ വന്നതാണ്. 2 അടി കൊണ്ട് 3 അടി അളക്കും, ലോകം അളക്കും, 3 ലോകം അളക്കും. 3-ാമത്തെ അടി വെക്കാണ്ടിരുന്നാൽ അങ്ങയെ നരകത്തിലേക്ക് പറഞ്ഞേക്കാനാണ് വിഷ്ണുവിൻ്റെ ആ ഒരു മനോഗതം എന്ന് പറഞ്ഞതോടു കൂടിയിട്ടൊന്നും മഹാബലി ഇളകിയില്ല. സത്യാന്ന ചലിതോ മഹാൻ, തൻ്റെ സത്യത്തിൽ നിന്ന് ഇളകിയില്ല. അതാണ് മഹാൻ. അന്ന് മുതൽക്കാണ് ഇന്ദ്രസേനൻ എന്ന പേരുള്ള ഈ ചക്രവർത്തി മഹാബലിയായത്. അതുവരെ മഹാബലി എന്നുള്ള പേരില്ല. ഇന്ദ്രസേനൻ മഹാബലിയായിട്ട് മാറി. കാരണം ഇത്രയൊക്കെ എല്ലാം നശിക്കും, എല്ലാം പോകും എന്ന് വിചാരിച്ചിട്ടും കൊട്ടുക്കാനൊരുങ്ങി. അപ്പോൾ ശുക്രാചാര്യ ശപിച്ചു. ഏതാണ് അജിരാൽ പ്രശ്യതേ ശ്രിയ, ഞാൻ പറഞ്ഞത് കേൾക്കാത്ത നിൻ്റെ സർവൈശ്വര്യവും നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. സർവൈശ്വര്യം പോയാലും സത്യത്തിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് സമ്പത്ത് മുഴുവൻ പോയാലും സത്യമാണോ വലുത്? ശ്യാമൻ രാജ്യം മുഴുവൻ ഉപേക്ഷിച്ചു സത്യത്തിന് വേണ്ടിയിട്ട്. അച്ഛൻ്റെ സത്യത്തിന് വേണ്ടിയിട്ടും കൂടിയാണ്, തൻ്റെ സത്യത്തിന് വേണ്ടിയും കൂടിയല്ല. അപ്പോൾ സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് അത് തന്നെയാണ് വലുത്. ഈ ലോകത്തിൽ ബാക്കി ഒന്നും വലുതല്ല എന്ന ഭാവേന ശുക്രാചാര്യർ ആ കിണ്ടിയുടെ മുരലിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു വെള്ളം കൊടുക്കുന്നത് തടയാമെന്നൊക്കെ പറയും കഥ. ദർഭപ്പുല്ലുകൊണ്ട് കുത്തിയിട്ടാണ് ഒരു കണ്ണ് പോയതെന്നും വേറെ എവിടേക്കോ പറയണു. ഭാഗവത്തിൽ അങ്ങനെയൊന്നും പറയണമൊന്നുമില്ല. എന്തായാലും ആ ലോകത്തിലെ അനവധി ത്യാഗികൾ ഈ ഭാരതത്തിലുണ്ടായിട്ടുണ്ട്. ലതീജി, മഹർഷി ശിബി, സ്വന്തം ശരീരത്തിന് മാംസം മുറിച്ച് കൊടുത്തവർ. അതുകൊണ്ട് ഭഗവാൻ ആ വാക്ക് കിട്ടിയതോടുകൂടി 2 അടി കൊണ്ട് 3 ലോകവും വളർന്നു. നീ എവിടെ കാല് വയ്ക്കുക? 3-ാമത്തെ അടി വയ്ക്കാനുള്ള സ്ഥാനം എവിടേതെങ്ങനെ ചോദിച്ചു ഭഗവാൻ. ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഒരു ക്രൂരനെ പോലെ തന്നെയാണ്. ശിവരൂപമാണ് എടുത്തിരിക്കുന്നത്. പാതാളമായിട്ട് കാല് കാണപ്പെട്ടു. വൃക്ഷങ്ങളൊക്കെ ഭഗവാന്റെ രോമമായി കാണപ്പെട്ടു. പർവ്വതങ്ങൾ അസ്ഥിയായിട്ട് കാണപ്പെട്ടു. മേഘങ്ങളൊക്കെ തലമുടിയായിട്ട് കാണപ്പെട്ടു. സൂര്യചന്ദ്രന്മാരായിട്ട് കണ്ണ് കാണപ്പെട്ടു. കൈകാലുകളൊക്കെ ഇന്ദ്രാദി ദേവന്മാരും സർവ ശരീരത്തിലെ അവയവങ്ങളും ഈ വിരാട് ലോക് പുരുഷനായിട്ട് ആ രൂപത്തെ എടുത്തു. വിശ്വരൂപമാണ് കൈക്കൊള്ളുകയാണ്. തദ്വാമനൻ രൂപമവർദ്ധദ്ഭുതം. ആ അദ്ഭുതമായിട്ടുള്ള ശരീരം 3 ലോകവും വളർന്നു. 2 അടി കൊണ്ട് 3 ലോകം വളർന്നു. പദാനി ത്രീണി ദൈത്യേന്ദ്ര, എനിക്ക് തന്നിരിക്കുന്നത് 3 അടിയാണ്. തൃതീയമുപകൽപ്പയ, 3-ാമത്തെ അടി കാണിച്ചു തരൂ, ഞാൻ എവിടെയാണ് വെക്കേണ്ടത്? അപ്പോഴും മഹാബലി കുലുങ്ങിയില്ല. വിനയത്തോടുകൂടി പറഞ്ഞു, കരോമൃതം തന്നെ ഭവേ പ്രലംബനം പദം തൃതീയം കുരുശീഷ്ണിമേ നിജം. സർവേശ്വര, അങ്ങയുടെ സഹായവും ഇല്ലാണ്ട് ഈ സത്യം പാലിക്കാൻ കഴിയില്ല എന്ന് അടിയന് ബോധ്യമായി. അതുകൊണ്ട് ആ തൃപ്പാദം അടിയൻ്റെ ശിരസ്സിൽ വെച്ചിട്ട് അനുഗ്രഹിക്കണേന്ന് പറയുകയാണ്. അപ്പം ഭഗവാനോട് പരിപൂർണ സറണ്ടറായി. അവിടെ ശരണാഗതി പ്രാപിച്ചാൽ പിന്നെ ഭഗവാൻ ശിക്ഷിക്കാൻ പാടുമോ? ആ ശിരസ് തലയിലാണ് വെച്ചു. കാല് ശിരസിൻ്റെ മുകളിൽ വെച്ചു. സുതലത്തിലേക്ക് അയച്ചു. സ്വർഗത്തിലുള്ളവരും കൂടി ആഗ്രഹിക്കുന്ന അവിടേക്ക് വർഷാവർഷം വരവൊന്നുമില്ല കേട്ടോ. ഒന്നും ഇവിടെ പറയണേ ഇല്ല. അത് നമ്മൾ ഉണ്ടാക്കിയ കഥയാണ്. ആ സുതലം വളരെയേറെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ലോകമാണ്. അവിടേക്ക് അയച്ച് മറ്റൊരു മന്വന്തരത്തിൽ ഇന്ദ്രൻ്റെ പദവി മഹാബലിക്ക് കൊടുത്തു. പോരാ, കൊട്ടാരം കാവൽക്കാരനായിട്ട് ഭഗവാൻ നിന്നു. ഇതിലധികം ഇനി എങ്ങനെ മഹാബലിയെ ഭഗവാൻ അനുഗ്രഹിക്കുക? നമ്മുടെയൊക്കെ കാവൽക്കാരനായിട്ട് ഭഗവാൻ നിൽക്കുന്നുണ്ടോ? അപ്പം എങ്ങനെയാണ് മഹാബലിയെ ശിക്ഷിച്ചു എന്ന് പറയുക? കൊട്ടാരം കാവൽക്കാരനായിട്ട് നിൽക്കുമ്പോൾ രാവണൻ ഒരിക്കലും മഹാബലിയോട് യുദ്ധത്തിന് വന്നു എന്ന് പറയും. ദൈവഭാഗവത്തിലേ ഭഗവാൻ അവിടെ കാവൽ നിന്ന് പറഞ്ഞു, എവിടേക്കാണ് വരണത് വെച്ചു രാവണനോട്. എനിക്ക് ആ മഹാബലിയോടൊന്ന് യുദ്ധം ചെയ്യണം, കടന്നു പോകും അവിടെ നിന്നും പറഞ്ഞു. ഭഗവാൻ തൻ്റെ കാലുകൊണ്ട് തോണ്ടി എത്ര കിലോമീറ്റർ ദൂരത്താണ് രാവണൻ പോയി വീണതെന്ന് രാവണന് നിശ്ചയില്ല, ഭഗവാന് നിശ്ചയില്ല എന്ന് പറയണം. അത്ര ദൂരത്ത് രാവണൻ പോയിട്ട് വീണു. എൻ്റെ ഭക്തനെ തൊടാൻ നീ ആയിട്ടില്ല. അപ്പം അത്ര ഭക്തവാത്സല്യത്തോട് കൂടിയിട്ടാണ് സത്യം പാലിച്ചിരിക്കുന്ന മഹാബലിയെ ഭഗവാൻ കണക്കാക്കിയിരിക്കുന്നത്.
മഹാബലിയെ ശിക്ഷിച്ചു, ചവിട്ടി താത്തി, എല്ലാം പറയണത് തെറ്റാണ് എന്ന് ഈ കഥാഭാഗത്തു നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ശുക്രൻ അവസാനം സമ്മതിച്ചു, തൻ്റെ ശിഷ്യൻ തന്നെയാണ് ഭേദം. ആദ്യം ശപിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയാണ്, എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിച്ചത് വലിയൊരു കർമ്മമാണ് മഹാബലി. ഇന്ദ്രസേനൻ എന്നൊക്കെ, ഇന്ദ്രസേന മഹാരാജ, ഭഗവാനോട് വിളിക്കേണ്ട ഇന്ദ്രസേന മഹാരാജ, എവിടേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇന്ദ്രസേനാണ് യഥാർത്ഥ പേര്. ഇപ്പം നീ യഥാർത്ഥത്തിൽ എന്താ ശിഷ്യനായി എന്ന് പറഞ്ഞുകൊണ്ട് ശുക്രാചാര്യരെ അംഗീകരിക്കുകയാണ്, അവസാനം ചെയ്യണം. അപ്പോൾ ഇടയിൽ എന്തിനാ ശപിച്ചത്? അത് തൻ്റെ ശിഷ്യൻ്റെ മഹത്വം കാണിക്കാൻ. താൻ ശപിച്ചാലും തൻ്റെ ശിഷ്യൻ സത്യത്തിൽ നിന്ന് ഇളകില്ല എന്ന മഹത്വം ലോകത്തിന് കാണിക്കാനാണ് ഒരു ശാപ നാടകം അവിടെ ഉണ്ടായത് എന്നാണ്. അങ്ങനെ ആ കൊട്ടാരം കാവൽക്കാരനായിട്ട് അവിടെ നിന്നു മഹാബലിയെ. ഒരാൾക്കും സ്പർശിക്കാൻ പറ്റാത്ത വിധം ഭഗവാൻ നോക്കി. എന്നിട്ടോ വേറൊരു മന്വന്തരത്തിൽ ഇന്ദ്രൻ്റെ പദവി നൽകി മഹാബലിക്ക് സർവ്വവിധ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നൽകിയിട്ടാണ്. ഈ ഭഗവാന്റെ ലീലകളുടെ രഹസ്യം അറിയാതെ നമ്മളൊന്നും പറയരുത്. യഥാർത്ഥ രഹസ്യം അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കുക എന്നല്ലാണ്ട് തെറ്റായ ഓരോരോ വാർത്ത പ്രചരിപ്പിക്കുന്നത് പോലെ അതിനെക്കുറിച്ച് പറഞ്ഞാൽ പാപം കൂടിയുണ്ട് പുരാണങ്ങളെ നമ്മൾ ശരിയല്ലാണ്ട് പറഞ്ഞാൽ. അതുകൊണ്ട് ഇത് കേൾക്കുന്നവർക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാവും. പിതൃകർമ്മം ചെയ്യുന്നവർക്ക് ഈ മഹാബലി ചരിതം വായിക്കുന്നത് വളരെ നല്ലതാണ്. പിതൃയേച്ച എന്ന് പറഞ്ഞിരിക്കുന്നൂടെ, പിതൃകർമ്മത്തെ ഗതി വരാത്ത ആത്മാക്കൾക്കൊക്കെ ഗതി കിട്ടും ചെയ്യും. ഇതുവരെ ജനിച്ചവർക്കോ ഇനി ജനിക്കാൻ പോകുന്നവർക്കോ കിം ജായമാന ഉദജാത, ജനിച്ചവർക്കോ ജനിക്കാൻ പോണവർക്കോ ഭഗവാന്റെ മഹത്വം പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. പിന്നെ വേണ്ട ഇപ്പം നമുക്ക് എന്നും പറഞ്ഞ് പിതൃദോഷങ്ങൾ പോവാൻ വാമനാവതാരം കേൾക്കുന്നത് നല്ലതാണ് എന്നും പറഞ്ഞ് വാമനാവതാര ചരിതം സംഹരിക്കുകയാണ്. ശേഷം മത്സ്യാവതാരമാണ് പറയണത്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.